നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ ചിതറയിലാണ്. ചിതറയിൽ നിന്ന് വളരെ സങ്കടകരമായ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ചിതറ സ്വദേശിനിയും മുൻ പഞ്ചായത്ത് അംഗവുമായിട്ടുള്ള സിന്ധുവിനെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നിലയിലും മകളെ മരിച്ച നിലയിലും കണ്ടെത്തിയിരിക്കുന്നു. മകൾ ലക്ഷ്മി, 26 വയസ്സുള്ള ലക്ഷ്മിയാണ് ഇപ്പോൾ മരണപ്പെട്ടത്. എന്താണ് മരണകാരണം എന്നുള്ളതിനെപ്പറ്റി വ്യക്തതയില്ല. ഇവരുടെ മൂത്ത മകനാണ് ഇരുവരെയും മുറികളിലായി അവശനിലയിൽ ഒരാളെ കാണപ്പെട്ടത്. ഏതായാലും ഈ മരണത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് അന്വേഷിക്കുകയാണ്. ചിതറ പോലീസിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു ആത്മഹത്യാ കുറിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ എന്താണ് പറയുന്നത് എന്നുള്ളതിനെപ്പറ്റി പോലീസ് അന്വേഷിക്കുകയാണ്. സാമ്പത്തിക കാരണമാണോ മറ്റേതെങ്കിലും കുടുംബ പ്രശ്നങ്ങളാണോ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. ഏതായാലും വലിയ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ്. കാരണം ഈ ചിതറ, കടയ്ക്കൽ ഭാഗങ്ങളൊക്കെ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ വളരെയധികം ആഘോഷ പരിപാടികളൊക്കെ തന്നെ നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരത്തിൽ എന്താണിപ്പോൾ പെട്ടെന്ന് ഇത്തരത്തിലൊരു ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം എന്നുള്ളതിനെപ്പറ്റി അന്വേഷിക്കുന്നു. ചിതറ പോലീസിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. ചിതറ സ്വദേശിയായിട്ടുള്ള സിന്ധു, മുൻ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള സിന്ധുവും മകൾ ലക്ഷ്മി ആണ് മരിച്ചിരിക്കുന്നത്. ഈ കൂട്ടുകാരൊക്കെ തന്നെ വലിയ വിഷമത്തിലാണ്. കാരണം ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ മകൻ തന്നെയാണ് കൂട്ടുകാരെ വിളിച്ച് ഇത്തരത്തിലൊരു അവസ്ഥ പറഞ്ഞത്. പോയിസൺ റൂമിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. പോയിസണിനുള്ളിൽ ചെന്നാണ് മരിച്ചത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്.